നമ്മുടെ എല്ലാം പ്രതീക്ഷയായിരുന്നു ഹമാസ് ഇത് അക്സെപ്റ്റ് ചെയ്യാനുള്ള പോസിബിൾ ഓപ്ഷൻ ഇല്ല. അതായത് ട്രംപ് കൊടുത്ത 2020 പരിപാടികൾ സീസ് ഫയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം, കംപ്ലീറ്റ് ആ സോൺ ഡീമിലിറ്ററൈസ് ചെയ്യണം, ഹമാസ് വെപ്പൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഹമാസ് എന്ന് പറഞ്ഞൊരു അങ്ങനെ ഒരു സംഘടന ഉണ്ടാകാൻ പറ്റില്ല, അത് പാലസ്റ്റീൻ ആയിരിക്കും, അവിടെയുള്ള ഗാസയിലുള്ളവരെ പൂർണ്ണമായിട്ട് ഒഴിപ്പിക്കത്തില്ല, അവർക്കൊരു പ്രത്യേക സ്ഥലം കൊടുക്കും, റീഹാബിലിറ്റേഷൻ നടക്കും, അതിന് സഹായം കൊടുക്കും. ഈ രീതിയിലാണ് അതിൻ്റെ വന്നിരിക്കുന്നത്. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഗാസ എന്ന് പറയുന്നത് ഡീമിലിറ്ററൈസ്ഡ് സോൺ. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അൽ ജസീറയിൽ വന്ന ഒരു ഇന്റർവ്യൂ ഉണ്ട്, ഹമാസിന്റെ സീനിയർ ആയിട്ടുള്ള നസറൽ എന്ന് പറയാനുള്ള ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ അതിനകത്ത് വന്നിരിക്കുന്നത്, അതായത് ഹമാസ് ഇത് സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുകയാണ് ഈ ഡീൽ അക്സെപ്റ്റ് ചെയ്യാൻ. അത് അൽ ജസീറയെ കൊടുക്കുന്ന ഇന്റർവ്യൂ ആണ് ഞാൻ ഈ പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇസ്രായേലും ഈ അമേരിക്കൻ പ്രസിഡന്റ് ഈ ബോൾ എടുത്ത് ഖത്തറിന്റെ കോർട്ടിലങ്ങ് കൊടുത്തു. എന്നിട്ട് ബെഞ്ചമിൻ നെതന്യാഹുവിനെ കൊണ്ട് ഒരു ക്ഷമയും പറയിപ്പിച്ചു അറ്റാക്ക് ചെയ്തതിന്. അതായത് ഖത്തർ വാൺ ചെയ്തിരിക്കുകയാണ്. അതേപോലെ തന്നെ ഉറുദുഖാൻ, അതായത് അമേരിക്കയിൽ ഇവരൊക്കെ പോയി ഉണ്ടായ UN ജനറൽ അസംബ്ലി ആ മീറ്റിങ്ങിലുണ്ടായ സംഭവമാണ് മുഴുവൻ വന്നിരിക്കുന്നത്. എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും അവർ പുറത്തു പറയുന്ന ഒന്ന് വേറെയാണ്, പക്ഷെ അവരെല്ലാം ഇന്ന് ഖത്തറിനെതിരെയായിട്ട് ഹമാസിനോട് ശക്തമായ രീതിയിൽ ആവശ്യപ്പെടും. ഇൻക്ലൂഡിങ് അറിയാൻ സാധിച്ച ഒരു ബ്ലോഗർ പറയുന്നത്, ഇറാനിയൻ റിപ്പബ്ലിക്കൻ ഗാർഡ്സും അലി ഖമൈനിയും മസൂദ് പെഷഷ്ഖാനും ഹമാസിന്റെ മുകളിൽ പ്രഷർ ചെയ്യുകയാണ് നിങ്ങൾ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ ഈ ഡീല്. കാരണം ഇനി ഫർദറായിട്ട് ഇറാന്റെ ഒരു സഹായവും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കാരണം ആ രീതിയിൽ ഇറാൻ ഒന്നുമല്ലാതായി മാറി, അവർക്ക് ഇനി സഹായം ചെയ്യാൻ പറ്റില്ല. കാരണം ഇറാന്റെ ഒരു പ്രോക്സി ആയിരുന്നു, സാമ്പത്തികമായിട്ടും വെപ്പൺസും എല്ലാം കൊടുത്ത് സഹായിച്ചതാണ് ഈ പറയുന്ന ഹമാസിനെ. അതേപോലെ തന്നെ ഉറുദുഖാൻ, ഈജിപ്റ്റ്, ഇവരുടെ മുകളിൽ ഹമാസ് ലീഡർഷിപ്പിന്റെ മുകളിൽ, മിലിറ്ററി ലീഡർഷിപ്പിന് മുകളിൽ വളരെ വലിയ പ്രഷറാണ്. വെസ്റ്റ് ബാങ്കിലുള്ള പലസ്തീൻ, അതായത് അവിടെ താമസിക്കുന്ന പലസ്തീൻകാർ പറയുന്നത് ഇതേപോലൊരു ചാൻസ് കിട്ടില്ല, ഈ ഡീൽ അക്സെപ്റ്റ് ചെയ്തേ മതിയാവത്തുള്ളൂ. കാരണം ഫർദറായിട്ട് പോകാൻ പറ്റില്ല. അവരും അവരുടെ ബന്ധുക്കളും ഏകദേശം 65,000-70,000 പേരാണ് കൊല്ലപ്പെട്ടത്. 1.5-2 ലക്ഷം പേര് സീരിയസ് ആയിട്ട് ഇഞ്ചുവേർഡായി. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ട് ഒരു നേട്ടവും ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഈ ഡീല് സൈൻ ചെയ്യണം. അതായത് ഒരു തേർഡ് പാർട്ടി വന്ന് സംഭവങ്ങൾ നോക്കിയിട്ട് ഹമാസുമായിട്ട് ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ഗാസ ഭരിക്കുന്ന അതിനെ അനുകൂലിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ ഈ പറഞ്ഞത്, ബോൾ തട്ടിക്കൊടുത്തിരിക്കുകയാണ്. പിന്നെ അറിയാൻ സാധിക്കുന്നത്, ട്രംപ് കൊടുത്തിരിക്കുന്നത് സൺഡേ, ഞായറാഴ്ച 6 മണി വരെയാണ് ഡെഡ് ലൈൻ. അതിനുള്ളിൽ ഇത് അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ വിട്ടു പോവുക. രണ്ടാണ് പറഞ്ഞേക്കും. ഒന്നില്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഗാസ വിട്ടു പോവുക. ഗാസ വിട്ടു പോവുക എന്ന് പറയുമ്പോൾ അതിന് പല തലത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. അതായത് മാസീവായിട്ട് ഇസ്രായേല് ഗ്രൗണ്ട് ഒഫൻസീവും ഏരിയൽ സ്ട്രൈക്കും അവിടെ നടത്തും. അതിനകത്ത് ഈ പറയുന്ന 65,000 പല ആൾക്കാരും കൊല്ലപ്പെടും. ഇത് മാസീവായിട്ട് അങ്ങ് ഒഴുകും. ഇത് കംപ്ലീറ്റ് ആയിട്ട് മൂലയ്ക്ക് അങ്ങ് ഒതുക്കുക. ഇതിന് 2 ഓപ്ഷനാണ് ഇവരുടെ മുമ്പിലുള്ളത്. ഇതിലേതാണ് നടക്കാൻ പോകുന്നത് എനിക്കറിയില്ല. കാരണം ഹമാസിനെ പല കാര്യങ്ങളിലും വിശ്വസിക്കാൻ സാധിക്കത്തില്ല. ഒരിക്കൽ ഗൺ എടുത്തവൻ ഈ ഗണ്ണ് താഴെ വെക്കുക എന്ന് പറയുന്നത് അത് നശിച്ച ശേഷമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം LTTയുടെ ചരിത്രം, എല്ലാ മിലിഷ്യ ഓർഗനൈസേഷൻ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഹിസ്ബുള്ളയുമായിട്ടൊരു ടോക്സ് നടത്തിയിട്ട് അതിന്റെ ഫൈനൽ റൗണ്ട് എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കും? ഹിസ്ബുള്ള ലീഡേഴ്സ് മുഴുവൻ തീർന്നതിന്റെ പേരിലാണ് അവിടെ ഒന്നും ഉണ്ടാകാത്തേ. അല്ലാതെ ഒരു ഡിസ്കഷൻ, ടോക്സ്, നെഗോസിയേഷൻ നടത്തിയിട്ട് അവര് വെപ്പൺ താഴെ വെക്കത്തില്ല. അങ്ങനെയാണ് മിലിഷ്യ ഓർഗനൈസേഷൻ, അങ്ങനെയാണ് ഇവരുടെയൊക്കെ ഐഡിയോളജി എന്ന് പറയുന്നത്. അപ്പൊ അവിടെയാണ് ഇസ്രായേൽ സക്സസ് ആയതിനെ കംപ്ലീറ്റ് തീർത്തു കൊടുത്തു. അതേപോലെ തന്നെ ഹൂത്തികൾക്ക് ശരിക്കും അറ്റാക്ക് കിട്ടി. ഇനി ഹൂത്തികളുടെ ഇതേപോലെ ഔട്ട്സൈഡ് സപ്പോർട്ട് ഈ പഴയ പോലൊന്നും വരുത്തൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് മിസൈൽ അയക്കുന്നു, അവിടെ മിസൈൽ അയക്കുന്നു, ഇവിടെ മിസൈൽ അയക്കുന്നു. ഇതിനകത്ത് ഈ പറയുന്ന പോലെ റിസൾട്ട് ഓറിയന്റഡ് അല്ല.
ഇതൊക്കെ ഇസ്രായേലിന്റെ വെൽ കാൽക്കുലേറ്റഡ് മൂവ് ആണ് എനിക്ക് തോന്നുന്നത്. അവർക്കറിയാം ഇത് ഗാസ മുഴുവനും പിടിക്കാൻ അവർക്ക് ഇത്ര പട്ടാളക്കാർ അവരുടെ കൊല്ലപ്പെടും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഒരു കാരണവശാലും ഇസ്രായേൽ വെപ്പൺ താഴെ വെക്കത്തില്ല. വെപ്പൺ താഴെ വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ ഈ വാറൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ ഇസ്രായേൽ ഇല്ലാതാണ്. കാരണം അതാണ് ഈ മലേഷ്യൻ പ്രസിഡന്റ് പറഞ്ഞ UN ജനറൽ, ഇസ്രായേലിനെ അംഗീകരിച്ചേ മതിയാവത്തുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞ നേരത്തെ ആ വീഡിയോയിൽ ഈ ഇഷ്യൂയോട് കൂടി, അതായത് ഈ എബ്രഹാം അക്കോർഡ് എന്ന് പറയുന്ന ഈ അറേബ്യൻ രാജ്യങ്ങളെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാൻ പോവുക. അതാ പറഞ്ഞ് ഇസ്രായേൽ അവിടുത്തെ ഒരു നാറ്റോ അമേരിക്കയുടെ ഒരു അതേപോലെ ആയി മാറും ആ റീജിയൻ്റെ അകത്ത്. ഈ രാജ്യങ്ങളിലെ സെക്യൂരിറ്റിയും പരിപാടിയൊക്കെ ഇവരൊക്കെ നോക്കും. ഇതിനകത്തൊരു ക്ഷമയും പരിപാടിയും ഇതൊക്കെ അമേരിക്കൻ ഗെയിം പ്ലാനാണ് മുഴുവനും. അത് അമേരിക്കയിലുള്ള ഹാർഡ് കോർ റിപ്പബ്ലിക്കൻസ് ഇവരെല്ലാം ബേസിക്കലി ജൂയിഷ് കമ്മ്യൂണിറ്റിയിലുള്ളവരാണ്. അവരാണ് ഫണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഭയങ്കര ലോബിയിസ്റ്റ് ആണ്. ഡെമോക്രാറ്റ്സ് വന്നാലും റിപ്പബ്ലിക്കൻസ് വന്നാലും അമേരിക്കയിൽ ആര് ഭരണത്തിൽ വന്നാലും അവരെ കൺട്രോൾ ചെയ്യുന്ന ജൂയിഷ് കമ്മ്യൂണിറ്റിക്ക് വലിയൊരു അപ്പർ ഹാൻഡ് ഉണ്ട്. ഈ ലണ്ടനിലുള്ള മാഞ്ചസ്റ്റർ അറ്റാക്കിൽ അമേരിക്കൻ ഈ ജൂയിഷ് കമ്മ്യൂണിറ്റി വളരെയധികം ആംഗ്രിയാണ്. ഇതിനെപ്പറ്റി ശക്തമായ പ്രതികരണം അമേരിക്കൻ പ്രസിഡന്റിന്റെയും അവിടെ അഡ്മിനിസ്ട്രേഷൻ വരാൻ പോവുകയാണ്. എന്തൊക്കെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ജൂയിഷ് കമ്മ്യൂണിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള അവരുടെ ആ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇനി വരാൻ പോവുകയാണ്. ഇപ്പൊ ഞാൻ ഈ പറയാൻ പോകുന്ന ആ ടോപ്പിക്കിലോട്ടല്ല. ഇപ്പൊ ഗാസ എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് ഞായറാഴ്ചയോടുകൂടി ഒരു തീരുമാനം ഉണ്ടാകുമ്പോൾ ഒരു വലിയ സ്ഫോടനവും അടി ബഹളത്തോടു കൂടി ചിലപ്പം എന്നേക്കുമായിട്ട് ഗാസയും അവിടെയുള്ള ജനങ്ങളുടെ വിധി ഒന്നാമത് ഞായറാഴ്ച ഇത് അക്സെപ്റ്റ് ചെയ്തില്ല എങ്കിൽ ഉണ്ടാകും. രണ്ടാമത്തെ ഓപ്ഷൻ അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ ഇത് പുതിയൊരു രീതിയിലോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ നടക്കുന്ന ചില ഡ്രാമ, അതായത് കേരളത്തിലെ ചില സാംസ്കാരിക നായകന്മാർ ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുന്നു. അവിടുത്തെ ഒരു മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു ജേർണലിസ്റ്റ്, ഒരു സ്ത്രീ, നേരത്തെ അവരുമായിട്ടും ബന്ധപ്പെട്ട് അബ്ദുൽ നാസർ മദനി, അതേപോലെ പ്രോ റാഡിക്കൽ ഇസ്ലാമുമായിട്ട് ബന്ധമുള്ളൊരു സ്ത്രീയാണ് അവരുടെ കരച്ചിൽ അതിനേക്കാളും വലുത്. അതേപോലെ ചില ആൾക്കാരും ചില സിനിമാക്കാരും സാംസ്കാരിക നായകന്മാർ വല്ലാതെ കരയുന്നു. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ കരഞ്ഞവരോട് ചോദിക്കട്ടെ ഒരു ചോദ്യം. ഞാൻ പാലസ്തീനെ അനുകൂലിക്കുന്ന ഒരാളാണ്, 2 സ്റ്റേറ്റ് പോളിസി അനുകൂലിക്കുന്ന ഒരാളാണ്. പക്ഷെ അത് ഉണ്ടാകുകയോ ഇല്ലെന്ന് എനിക്കറിയത്തൊന്നുമില്ല. ഈ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ കാണിക്കുന്നത് മുഴുവൻ ഡ്രാമയാണെന്ന് ഞാൻ ഡേ 1 ഓൺവേർഡ്സ് പറയുന്നുണ്ട്. അവർക്കൊന്നും അമേരിക്ക ഇസ്രായേലിനൊന്നും തള്ളി നിൽക്കാൻ പറ്റത്തൊന്നുമില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഗ്ലോബലായിട്ടുള്ള ബിസിനസ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഈ ജൂയിഷ് കമ്മ്യൂണിറ്റിക്ക് അപ്പർ ഹാൻഡ് ഉണ്ട്. ഈ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്ങും അതും ഇതും ഒക്കെ അവരുടെ കയ്യിലാണ്. ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റ് സംഭവങ്ങളെല്ലാം അവരാണ് നിയന്ത്രിക്കുന്നത്. ഈ പറയുന്ന ഫ്രാൻസും ജർമ്മനിയും മറ്റുള്ള ഇറ്റലിയും മറ്റുള്ള രാജ്യങ്ങളെല്ലാം ഈ 2 സ്റ്റേറ്റ് എന്ന് പറഞ്ഞ അവസാനം എങ്ങനെയെങ്കിലും തീരട്ടെ, ഗാസ എങ്ങ് നശിക്കട്ടെ, ഹമാസ് പോകട്ടെ, അവരെ നമ്മൾ അംഗീകരിക്കുക, അവർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുക. ഇതിനകത്ത് ഈ കേരളത്തിലെ ഈ ആൾക്കാർ പറയുമ്പോൾ ഈ ഹമാസ് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തു, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. 1200 പേരാ കൊല്ലപ്പെട്ടത്. അന്ന് കേരളത്തിൽ ആരെങ്കിലും ഒരാളെങ്കിലും ഇത്ര ക്രൂരമായിട്ട് കൊന്ന് ഹോസ്റ്റേജസിനെ കൊണ്ടുപോയി കഴിഞ്ഞ സമയത്ത് ആരെങ്കിലും ഈ പറയുന്ന സാംസ്കാരിക നായകന്മാർ ഒരക്ഷരം മിണ്ടിയോ? ഫാൽഗാമില് ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ച് അറ്റാക്ക് ചെയ്തു കൊന്നു, ആരെങ്കിലും ഒരക്ഷരം മിണ്ടിയോ? ഫ്രാൻസിലും ജർമ്മനിയിലും ഒക്കെ ക്രിസ്മസ് ബസാറിലും ചർച്ചുകളിലൊക്കെ പോയി ഈ ബസ് ഇടിച്ചും ലോറി ഇടിച്ചും കാർ ഇടിച്ചും ആൾക്കാരെ കൊന്നു. ഒന്നും അറിയാത്തവരെ കൊന്നു, ഇതുമായിട്ട് ബന്ധമില്ലാത്തവരെ, പ്രായമുള്ളവരെ കഴുത്തറത്ത് കൊന്നു. എന്നിട്ട് ഈ സാംസ്കാരിക ഈ വെറും നായേക്കാളും കഷ്ടമായി ഇവന്മാർ ഒരക്ഷരം മിണ്ടിയോ? ഇതൊക്കെ മറ്റുള്ളവരൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾ ഈ നിങ്ങളുടെ ധാരണ നിങ്ങൾക്ക് വലിയ ഭയങ്കര ഇന്റലക്ച്വലി ബുദ്ധിയാണെന്ന്. ഞാൻ എൻ്റെ അനുഭവം പറയാം. ഞാനൊരു ബുദ്ധിയൊന്നുമല്ല, ബുദ്ധി ഇല്ലാത്തതാണ് എൻ്റെ ബുദ്ധി. ഈ പറയുന്നവന്മാരൊക്കെ ഇല്ലേ, കേരളത്തിലെ മീഡിയ സാംസ്കാരിക നായകന്മാര്, ഇവരുടെയൊക്കെ ഡീപ്പ് നോളജ് എന്ന് പറയുന്നത് സീറോയാണ്. ഇവർക്ക് ജിയോ പൊളിറ്റിക്സിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഇതിനെപ്പറ്റി ഒന്നും യാതൊരു നോളജും ഇല്ല.
കാരണം ഇവരെ ഇതിനെപ്പറ്റി പഠിക്കാൻ പോകാറുണ്ട്. ഇവർക്ക് ഈ കാണിക്കുന്ന മുഴുവനും ഈ പ്രഹസനം മാത്രമാണ്. ലോകത്ത് ഗ്ലോബലായിട്ട് സമാധാനം നിലനിൽക്കണം. അതിന് ഈ പറയുന്ന റാഡിക്കൽ ഇസ്ലാമും പൊളിറ്റിക്കൽ ഇസ്ലാമും ഇത് മാറണം, ഇത് നശിച്ചേ മതിയാകത്തുള്ളൂ. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിനെപ്പറ്റി ഒന്നും ഇവരൊരൊറ്റ അക്ഷരം വേണ്ടതില്ല. ഇവർക്ക് സഹായം കിട്ടുന്നതൊന്നും എൻ്റെ ഇഷ്യൂ അല്ല. എൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ ബയസ്ഡ് ആവരുത്, ഓണസ്റ്റ് ആയിരിക്കണം. അന്ന് നടന്ന അറ്റാക്കും ഫാൽഗാം അറ്റാക്കും ഇവിടെ നിന്ന് ടെററിസ്റ്റ് അറ്റാക്കുകളെ ഇതേ രീതിയിൽ പറയണേ ഇവര്. ബാക്കി ഇവര് കാണിക്കുന്ന മുഴുവനും ഷോയും ഗിമിക്സും സോഷ്യൽ മീഡിയയിലും ചില മീഡിയയിലൊക്കെ ഇവരുടെ തലയിൽ അത് ഇതൊക്കെ പറഞ്ഞാൽ ചില ആൾക്കാരെ സാറ്റിസ്ഫൈ ചെയ്യണം. കുട്ടികളെ കൊല്ലുന്നു, ഇതൊക്കെ എല്ലാവർക്കും കൺസേൺഡ് ആണ്. ആരാണ് ഈ വിന വരുത്തി വെച്ചത്? ഇപ്പൊ നിങ്ങൾ ഈ വിക്ടിം കാർഡ് എടുത്ത് കളിക്കുന്നു, ഓക്കെ, സമ്മതിച്ചു. ഈ വിക്ടിം കാർഡ് ആരാ ഉണ്ടാക്കിയെടുത്തത്? പാലസ്റ്റീൻ ഫ്ലാഗുമായിട്ട് പോകുന്നൊരു രീതി ഗ്ലോബലായിട്ടുണ്ടായി. നല്ലതാണ് പാലസ്റ്റീൻ രാജ്യം. പക്ഷെ അതിൻ്റെ അകത്തൂടെ നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് ഒരു വലിയൊരു തീവ്രവാദമല്ലേ? അതിന് ഓപ്പണായിട്ട് പാലസ്റ്റീനെ ഇവർ പറയുന്നില്ലല്ലോ. അതിനകത്തുള്ള ഹമാസിനെയല്ലേ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനെ എങ്ങനെ അനുകൂലിക്കാൻ സാധിക്കും? ഹമാസ് ഒരു തീവ്രവാദ സംഘടനയാണ്. ഹമാസിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് ബേസിക്കലി ആ ഒറിജിൻ അതിൻ്റെ ഒരു പാർട്ടായിട്ടാണ് അൽ ഖൈദ, IS എല്ലാം ഉണ്ടാവുന്നത്. ഗ്ലോബലായിട്ട് ഇസ്ലാമിക് തീവ്രവാദത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ഈ പറയുന്ന ഹമാസിൽ നിന്നാണ് കയറി വരുന്നത്. ഞാൻ പറയുന്നത് പഴയ കാലമല്ല, ഇപ്പോഴത്തെ കാലം. അത് വഹാബിസോ സലഫിസത്തിന്റെ ഒക്കെ തുടക്കം ഇവിടുന്നാണ്. കാരണം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അത് മറ്റു പല രാജ്യങ്ങളിൽ പല ഫോമായിട്ട് പോയി. അത് പിന്നെ തീവ്രവാദമായിട്ട് ട്രാൻസ്ഫോം ചെയ്തു വലിയ രീതിയിൽ. അത് ഇന്ത്യയെ ബാധിച്ചില്ലേ? ലോകത്തെ ഏത് രാജ്യത്തെയാണ് ബാധിക്കാത്തത്? ഇസ്ലാമിക രാജ്യങ്ങളെ ബാധിച്ചില്ലേ? അപ്പം താലിബാനും നടക്കുന്ന സംഭവം, നിങ്ങൾ ഇതിലുള്ള ഈ സാംസ്കാരിക നായകന്മാര് ഒത്തുകൂടി അതിനെപ്പറ്റി ഒരക്ഷരം വേണ്ടിയില്ല. ഇതാണ് ഓണസ്റ്റ് അല്ലാത്ത ബ്രൂട്ടലി, അതായത് യഥാർത്ഥം സത്യാവസ്ഥ മുഴുവനും മൂടി വെക്കുന്നു. ഒരു സൊല്യൂഷൻ ഉണ്ടാകണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും താല്പര്യം. അത് ആമിക്കബിളായിട്ട് അവർക്ക് രാജ്യം കിട്ടണം, അവരെ 2 സ്റ്റേറ്റ് പോളിസി അംഗീകരിക്കണം. പക്ഷെ അതിനകത്ത് വെപ്പൺസ് എടുത്ത് ഒന്നും അറിയാത്തവർക്കെതിരെ വേട്ടയാടുമ്പോൾ ലോകത്തിങ്ങനെ വണ്ടി ഇടിച്ചു കയറുന്നു, സിനഗോഗ് അറ്റാക്ക് ചെയ്യുന്നു, പള്ളികൾ അറ്റാക്ക് ചെയ്യുന്നു. ഇതിനെ അംഗീകരിക്കാൻ പറ്റത്തില്ല. അതിനെ അംഗീകരിക്കാൻ പറ്റുകയില്ല. ഞാനതുമായിട്ട് ബന്ധപ്പെട്ട സംഭവം പറയാം. ഈ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുക. അതായത് അവിടെ പാലസ്റ്റീൻ പതാകയുമായിട്ട് ആരൊക്കെ പ്രൊട്ടസ്റ്റ് നടത്തി, അവിടെ സീക്രട്ട് പോലീസ് പ്ലെയിൻ ക്ലോത്തിൽ പോയി അവരെ പിടിക്കുന്ന ഒരു ടർക്കിഷ് MIT-യിലുള്ള പെൺകുട്ടിയെ പിടിക്കുന്ന ആ പെൺകുട്ടിയുടെ ഫോട്ടോ നിങ്ങൾക്ക് കാണാം. അവിടെ പോയി പിടിക്കുന്നു, എടുത്ത് ദൂരെ കളയും. അതായത് അവിടെ പാലസ്റ്റീൻ്റെ അവിടുത്തെ ക്യാമ്പസുകളിൽ കൊടി പോലും പിടിക്കാൻ പറ്റത്തില്ല, ഒരു ബാഡ്ജ് പോലും ഒട്ടിക്കാൻ പറ്റത്തില്ല. ഇതിന്റെ കാര്യം ആൾക്കാർക്ക് ഭയം, ഇത് നാളെ ട്രാൻസ്ഫോം ചെയ്ത് ടെററിസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എല്ലാ രാജ്യത്തിനും ആ രാജ്യത്തിൻ്റെതായ കാര്യങ്ങളുണ്ട്, അത് പ്രധാനമാണ്. അത് എന്തുകൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങൾ ഇതൊന്നും ചെയ്യാത്ത? അവർക്കറിയാം ഇത് പൊട്ടൻഷ്യലായിട്ടുള്ള ടെററിസമാണ് ഈ സംഭവം. അവരൊന്നും പാലസ്റ്റീനെ എതിർക്കുന്നില്ല. അവർക്കറിയാം ഇതിനകത്ത് അൾട്ടിമേറ്റ് ആയിട്ട് റിസൾട്ട് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ വെപ്പൺസും ഈ തീവ്രവാദവും നിർത്തണം. അത് നിർത്താൻ തയ്യാറായാൽ മാത്രമേ ലോകത്ത് സമാധാനം ഉണ്ടാവുകയുള്ളൂ. അതാണ് ഒരു സന്ദേശം എന്ന് പറയുന്നത്.